നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 791 791. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 19-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ശ്ലോകം 27ഉം 28ഉം ഒപ്പം പോകുന്നു. ശ്ലോകം 27: സാ സന്നിവാസം സുഹൃതാം പ്രഭായാം ഇവ ഗച്ഛതാം വിജ്ഞായേശ്വരതന്ത്രാണാം മായാവിരചിത പ്രഭോ. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം മായാവിരചിതത്തിൽ കുടുങ്ങിയാൽ ഒരു രക്ഷയില്ല. അടുത്തത് പറയണു 28: സർവത്ര സംമുത്സൃജ്യ സ്വപ്നൗപമ്യേന ഭാർഗവീ കൃഷ്ണേ മനസ്സമാവേശ്യ വ്യധുനോ ലിംഗമാത്മനാം. ഇതിൽ രണ്ടിനും കൂടിയിട്ടാണ് വാക്കാർത്ഥം പറഞ്ഞത്. ഈശ്വരാധീനനായിരിക്കുന്ന സുഹൃത്തുക്കളുടെ, ഈശ്വരാധീനം ഇല്ലാത്തവരെ സുഹൃത്തുക്കളായിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം നമ്മൾക്കും വേണം, നമ്മുടെ സുഹൃത്തുക്കൾക്കും വേണം. അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളില്ലാതെയായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളുടെ സംയോഗം ഗമിക്കുന്നവരുടെ ഗമിക്കുന്നവരുടെ തണ്ണീർ പന്തലിലെ സന്നിവാസം പോലെ. അത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് മനസ്സിലാവില്ല. ഇവിടെ ഈ തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വ്യക്തികൾ നടന്നിട്ടാണ് പോയിരുന്നത്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടന്നിട്ട് പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വാഹനങ്ങളില്ലാത്ത കാലം എന്ന് പറയാം. സാധാരണക്കാരൻ കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ പ്രഭുക്കന്മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ദാഹം മാറ്റാനും ക്ഷീണം മാറ്റാനും തണ്ണീർ പന്തൽ, അതായത് വെള്ളം സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലം. ചിലവർ സംഭാരം പാല്, അതായത് മോര് കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചക്രവെള്ളം മധുരത്തിന്, ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4 ആൾ കൂടി നിൽക്കുമ്പോൾ എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോണത്, ആരാ എന്നൊക്കെ ചോദിക്കും. അതേ. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നന്നിട്ടില്ലെങ്കിൽ അവരോടൊപ്പം പോരുത്. ചിലപ്പോൾ പിടിച്ചുപറിക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞോ. അപ്പോൾ തണ്ണീർ പന്തലിലെ സന്നിവാസം പോലെ നൈമിഷികമാണ് എന്ന് പറയാനാണ് ഇത്രയൊക്കെ പറയണത്. നൈമിഷികമാണ് എല്ലാവരുടെയും കാര്യം. അത് ഏതുമാതിരി ഒരു ട്രെയിൻ പുറപ്പെടുമ്പോൾ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ടാവും, ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ കൂട്ടുകൂടേണ്ടത് ട്രെയിൻ യാത്ര സുഗമമാവണമെങ്കിൽ അതുവരെ എൻഡ് വരെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ എൻ്റെ ലഗേജ് നോക്കണേ എന്നൊക്കെ പറയാം, അല്ലേ? ആഹാരം ഷെയർ ചെയ്യാം, തോട്ട്സ് ഷെയർ ചെയ്യാം, നോളജ് ഷെയർ ചെയ്യാം. അടുത്ത് ഇറങ്ങണ ആളോട് നമ്മൾ സൗഹൃദം കൂടിയിട്ട് എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, തണ്ണീർ പന്തലിലെ സന്നിവാസം പോലെ പ്രഭുവിൻ്റെ മായയാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ട് കാണുന്നതൊക്കെ എന്താ, മായയാണ്. മായന് കുടുങ്ങാതെ ഉണ്ടെങ്കിൽ എന്ത് വേണം? തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ അനുഭൂതികളെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ നിവർത്തിക്കാൻ സാധിക്കണം. അതായത് ഈശ്വരീയ വചനങ്ങളിൽ താല്പര്യം ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു,
മായയാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ട് ഉള്ളവയെ അറിഞ്ഞ് സ്വപ്നത്തിൻ്റെ ഉപമ കൊണ്ട് സകലത്തിലും ചേർച്ചയെ ഉപേക്ഷിച്ചിട്ട്, എല്ലാറ്റിലും ചെയ്തില്ല, അപ്പം ചേർച്ചയെ ഉപേക്ഷിച്ചിട്ട് ഭൃഗുകുലത്തിൽ ജനിച്ച അവൾ, അതായത് പിന്നെ എന്താണെന്ന് പറയുക, ശുക്രാചാര്യരുടെ മകള് ദേവയാനി ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിച്ചിട്ട് തൻ്റെ സൂക്ഷ്മ ശരീരത്തെ നശിപ്പിച്ചു. സൂക്ഷ്മ ശരീരത്തെ. ഇനി അതിൻ്റെ രണ്ടിനും കൂടിയിട്ട് ഭാവാർത്ഥം പറയണോ? ശുക്രമുനിയുടെ പുത്രിയായതിനാൽ വിചാര നിപുണയായ, ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യണം. വിചാര നിപുണ, വികാര നിപുണയല്ല, വിചാര നിപുണ, നൈപുണ്യമുള്ളവളെന്നർത്ഥം. വിചാര നിപുണയായ ദേവയാനി സ്വബുദ്ധ്യ, കടം വാങ്ങിയ ബുദ്ധി പറ്റില്ല, സ്വബുദ്ധ്യ നിരൂപണം ചെയ്തു, തീരുമാനിച്ചു, നിരൂപിക്കാൻ സാധിക്കണം. പതിപുത്ര ഭാര്യാഭാവത്തിൽ ജനങ്ങൾക്ക് തമ്മിലുള്ള സംബന്ധം പരമാർത്ഥികമല്ല. ഇതാണ് ഏറ്റവും പ്രധാനം. എന്താ പറഞ്ഞത്? ഐദർ സ്പൗസ്, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും പുത്രന്മാരും പുത്രികളും ഒന്നും എന്താണല്ല, പതിപുത്ര ഭാര്യാഭാവത്തിൽ ജനങ്ങൾക്ക് തമ്മിലുള്ള സംബന്ധം പരമാർത്ഥികമല്ല. ഈ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? വിവാഹശേഷം ആരാണ് ആദ്യം മരിക്കുക എന്ന് വലുതും പറയാൻ പറ്റുമോ? ആരാ രോഗഗ്രസ്തരാകുക എന്ന് പറയാൻ പറ്റുമോ? ആരുടെ ജോലിയെ പോവുക എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ വർഷമുണ്ടോ? വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പരമാർത്ഥികമല്ല. പതിപുത്ര ഭാര്യാഭാവത്തിൽ ജനങ്ങൾക്ക് തമ്മിലുള്ള സംബന്ധം പരമാർത്ഥികമല്ല. ഈശ്വരമായാകൽപിതമായ ആ ബന്ധം വഴിയാത്രക്കാർ സത്രം എന്ന് പറയും. ഈ തണ്ണീർപ്പന്തലിലെ സത്രം എന്ന് പറയും. അപ്പം ഈ ഊട്ടുപുര, പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഊട്ടുപുരയ്ക്കായിരുന്നു ആദ്യം പ്രധാനം. സത്രം എന്നും പറയും. വരുന്നവർക്കൊക്കെ ഒരു നേരം 2 നേരം കിടക്കാം. കൂടുതലായാൽ ചോദിക്കും, എവിടെ എന്താ പോകുന്നില്ലേ ചോദിക്കും. കാരണം വല്ല രോഗഗ്രസ്തന്മാരായ ബുദ്ധിമുട്ടായില്ലേ. താൽക്കാലികമായിട്ട് നമ്മൾ പിന്നെ ഒരാൾക്ക് ഹോസ്റ്റ് ആവണതും അങ്ങനെയാണ് പറയാം. അപ്പോൾ വഴിയാത്രക്കാർ സത്രാദി സ്ഥാനങ്ങളിൽ യോജിക്കുന്നത് പോലെ ക്ഷണികവും യാദൃച്ഛികവുമാകയാൽ അതിൽ പരമാർത്ഥ ബുദ്ധി തോന്നുന്നത് സ്വപ്നപദാർത്ഥങ്ങളിൽ പരമാർത്ഥ ബോധമുണ്ടാകുന്നത് പോലെ അജ്ഞാനകാര്യം മാത്രമായിരിക്കുന്നതല്ലാതെ സത്യബന്ധമല്ലെന്ന് നിശ്ചയിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാർക്ക് ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, എത്രയോ ആൾക്കാർക്ക് നാട്ടിൽ വരുമ്പോൾ കാണാട്ടോ കൊണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ആരെങ്കിലും ഇന്നേ വരെ വന്നിട്ടുണ്ടാവുമോ? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന പരമാത്മാവിൽ, അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ വിഗ്രഹമല്ല, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലത്തെ വിഗ്രഹത്തിനല്ല പറഞ്ഞത്. പരമാത്മാവ്, എൻ്റെയും നിങ്ങളുടെയും പരമാത്മാവ്, ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഭാഗവതം വായിച്ചാൽ ശ്രീകൃഷ്ണൻ, രാമായണം വായിച്ചാൽ ശ്രീരാമൻ, ശിവപുരാണം വായിച്ചാൽ ശിവൻ. ഇതൊക്കെ പര്യായങ്ങളാണ്, ഒരു ശക്തിയുടെ പര്യായങ്ങളാണ്. ദേവതകളും ഈശ്വരനും കൂടി വ്യത്യാസമുണ്ട്. എല്ലാ ദേവന്മാരുടെയും നാഥനാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ നിയമിക്കുന്നത് ഈശ്വരനാണ്, ദേവതകളല്ല. ഇപ്പോൾ കളക്ടർ ഓഫീസിൽ പോയിട്ട് പ്യൂണിനെ കണ്ട് ഹെഡ് ക്ലർക്കിനോട് പറഞ്ഞ്, ഇപ്പോൾ പ്യൂണിനോടാണ് സ്വാധീനം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്യൂൺ എന്ത് ചെയ്യും? നമ്മളെ ഹെഡ് ക്ലർക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഹെഡ് ക്ലർക്കിന് മെഹർബാനി ഉണ്ടെങ്കിൽ പിന്നെ അപ്പോയിൻമെൻറ്റ് ഇല്ലാണ്ട് കാണാൻ പറ്റും ആരെ? കളക്ടറെ. നേരെ മറിച്ച് പ്യൂണിൻ്റെ അടുത്ത് പോവാണ്ട് നേരെ ഹെഡ് ക്ലർക്കിനെ അറിയണ ആൾക്കാർക്ക് നേരെ പോവാം. ഇയാൾക്ക് തടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തടുക്ക് ഇപ്പോൾ പോകാൻ പാടില്ല എന്നൊക്കെ പറയും ആരെ? പ്യൂണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അജ്ഞാനകാരം മാത്രമായിരിക്കുന്നതല്ലാതെ സത്യബന്ധമല്ലെന്ന് നിശ്ചയിച്ചിട്ട്
ശ്രീകൃഷ്ണനാകുന്ന പരമാത്മാവിൽ മനസ്സിനെ ലയിപ്പിച്ച് ജനന മരണ കാരണമായിരിക്കുന്ന അജ്ഞാനാത്മകമായ സൂക്ഷ്മ ശരീരത്തെ, ഈ ശരീരം എന്താ, അജ്ഞാനാത്മകമായ സൂക്ഷ്മ ശരീരത്തെ വിചാരജന്യമായ ജ്ഞാന അഗ്നിയിൽ ഹോമിച്ചു. അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കുക. ഏതിനെ? അജ്ഞാനത്തെ. ഇത് തന്നെ ആത്യന്തികമായ അഗ്നിഹോത്രം. ഇത് പറഞ്ഞാൽ നമ്പൂരിമാർ ചിലപ്പോൾ ബുദ്ധിയിൽ ഒരു ബുദ്ധി സമ്മതിക്കും, ബുദ്ധി ഇല്ലാത്തവർ സമ്മതിക്കില്ല. ഏത്? അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മയെ അറിവാകുന്ന അഗ്നിയിൽ. അപ്പോൾ നമ്മൾക്ക് അറിവില്ല വിചാരിക്കുക. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് പരിഹാരങ്ങൾ പരിഹാരം ചെയ്യുക. തനിക്ക് എല്ലാവിധ ലക്കും ഉണ്ടാക്കി തരാം, ഒരു 10,001 ഉറുപ്പ്യ ദക്ഷിണ തരൂ, ഒരു 15,000 ഉറുപ്പ്യയുടെ സാധനങ്ങൾ വാങ്ങൂ എന്നൊക്കെ പറഞ്ഞേ പറ്റിക്കും. ഇത് ഒരു 1,500 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാഗവത ഗ്രന്ഥം നമ്മൾക്ക് മലയാളത്തിൽ കിട്ടും. പക്ഷെ വായിക്കണം, പഠിക്കണം. ഞാനും ബുദ്ധിയില്ലാത്ത കാലത്ത് ധാരാളം ഗണികന്മാരെ കണ്ടിരുന്നു. കാരണം എന്താ? എപ്പോഴാ നേരാവെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഭാഗവതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് നിർത്തി. കാരണം എന്താ? അതുകൊണ്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും വഴുകി വന്ന വിചാരത്തെ ബഹുമാനിക്കാൻ സാധിക്കണം. എനിക്ക് അറിവ് വൈകിട്ടാണ് വന്നത് വിചാരിച്ചാൽ ആ അറിവിനെ ഞാൻ സ്വീകരിക്കണം. ഇതുവരെ എനിക്കില്ലാത്ത ഒരു അറിവ് ഇനി വന്നിട്ട് കാര്യമില്ല എന്ന് പറയരുത്. എൻ്റെ ഭാഗവത ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് അറിയാം. ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു 3-4 ആഴ്ച ക്ലാസ് ഇമ്പ്രൂവ് ചെയ്താൽ ഞാൻ പറയും അന്ന് പറഞ്ഞത് ശരിയല്ല കേട്ടോ. എന്താ കാരണം? ഞാൻ വീട്ടിലിരുന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ എന്തോ തെറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. എനിക്കതിൽ അഭിമാന പ്രശ്നമില്ല. കാരണം ഞാൻ പരിപൂർണനല്ല. ഞാൻ 47-ാമത്തെ വയസ്സിലാണ് ശിഷ്യപ്പെടുന്നത് തന്നെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിവരമല്ലേ എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രഭാഷകനാവാനുള്ളതാണ് അത്. അല്ലാണ്ട് ജീവിതത്തിൽ ആദ്യം മുതൽ തന്നെ നേരായ വഴി കൂടി സഞ്ചരിക്കണം എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തന്നെ ആത്യന്തികമായ അഗ്നിഹോത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനീനെ കണ്ടിട്ടെങ്കിലും, അതായത് ശുക്രാചാര്യരുടെ മകളായിരിക്കുന്ന ദേവയാനിയെ കഥാപാത്രമാക്കിയിട്ടെങ്കിലും നമ്മുടെ ബുദ്ധിയെ നമ്മൾക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കണം. 13 മിനിറ്റ് കഴിഞ്ഞു, സാരമില്ല. അപ്പോൾ 29-ാമത്തെ ശ്ലോകം. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ സർവഭൂതാദിവാസായ ശാന്തായ ബൃഹദേ നമഃ. ഈ ഒരു ശ്ലോകം സ്വർണലിപിയിൽ എഴുതി വെക്കേണ്ടതാണ്. കാരണം എന്താ? നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ. ആര്? ആത്മാവിനെയാണ് പറഞ്ഞത്. വസിക്കുന്ന ദേവനാണ് അതിനർത്ഥം. അല്ലാണ്ട് ശ്രീകൃഷ്ണൻ എന്നുള്ളത് വേറൊരർത്ഥം വരുന്നത് മാത്രം. അപ്പോൾ വാസുദേവായ വേദസേ സർവഭൂതാദിവാസായ, എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ഭഗവാൻ. ശാന്തായ ബൃഹദേ നമഃ. അപ്പോൾ സൃഷ്ടികർത്താവായും സർവഭൂതങ്ങളിൽ അധിവാസത്തോടു കൂടിയവനും. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഉള്ളിൽ അധിവസിക്കുന്ന ദൈവം സ്ട്രോങ് ആണെങ്കിലേ, രജോ ഗുണം ഉണ്ടാവുമ്പോഴേ എനിക്ക് സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ബ്രഹ്മാവിനെ അന്വേഷിച്ച് പോകണം. ഞാൻ തന്നെ ബ്രഹ്മാവ്. ഞാൻ തന്നെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ബ്രഹ്മാവാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ച കുട്ടികളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാസുദേവായ വേദസേ. അപ്പോൾ പറഞ്ഞു സർവഭൂതങ്ങളിൽ അധിവാസത്തോടു കൂടിയവനും ഐശ്വര്യപരിപൂർണനും. എല്ലാവരുടെയും ഉള്ളിലുള്ള ഈശ്വരനാരാ? ഐശ്വര്യപരിപൂർണനാണ്. പക്ഷേ നമ്മൾക്ക് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ വിദ്യ കയ്യിൽ കമ്മിയാണെങ്കിൽ എന്താവും?
പരിപൂർണത വരില്ല നമ്മൾക്ക്. അപ്പോൾ ഐശ്വര്യപരിപൂർണനും മഹാനും, ബൃഹത്ത് എന്ന് പറഞ്ഞാൽ മഹാനും ശാന്തനും വാസുദേവനുമായ നിന്തുരുവടിക്കായി കൊണ്ട് നമസ്കാരം. അപ്പോൾ ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി തൊഴാനല്ല ഭാഗവതം പഠിപ്പിച്ചത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം സ്വന്തം ആരാണ് വിഗ്രഹത്തെ കാണുന്നത്, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആരാണ് പോയി നിൽക്കുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പരമചൈതന്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് വിഗ്രഹം വിശേഷണം ഗ്രഹിക്കേണ്ടത്. അത് പിന്നെ എന്താണ് പറയുക, വിശ്വാമിത്രൻ എന്താണ് പറയുക, പരശുരാമൻ പ്രതിഷ്ഠിച്ചാലും സോയൻസോ ആണെങ്കിലും നാരായണ ഗുരു ആണെങ്കിലും ചട്ടമ്പി സ്വാമി ആണെങ്കിലും ഇനി നിങ്ങൾ തന്നെ ആണെങ്കിലും ഞാൻ തന്നെ ആണെങ്കിലും ഉള്ളിൽ ചൈതന്യം ഇല്ലാത്തൊരാൾക്ക് പ്രതിഷ്ഠ നടത്താൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ? അത്ര പറഞ്ഞാൽ മതി. ആരായിക്കോട്ടെ, ഉള്ളിൽ ചൈതന്യമുള്ള ഒരാൾക്കല്ലേ പ്രതിഷ്ഠ നടത്താൻ പറ്റുള്ളൂ. ആ ആളുടെ പ്രാണന്റെ ഒരു അംശമല്ലേ ആ പ്രതിഷ്ഠയിലുള്ളത്. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? കൈ ഇങ്ങനെ മേപ്പെട്ടെന്ന് പോയ ആകാശത്തു നിന്നും വരാനില്ല. തൻ്റെ നാസാരന്ധ്രങ്ങളിൽ കൂടെയാണ് ഈ പ്രാണനെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള പുഷ്പവും എന്താന്നാ പറയുക, നെല്ലും അരി എല്ലാം കൂടിയിട്ട് തീർത്ഥജലത്തോട് കൂടിയിട്ട് അതിൽ ഇടത് മൂക്കൻ്റെ ഈ ഇടത് കൈയിൻ്റെ തള്ളവരൽ കൊണ്ട് ഈ മൂക്കിനെ ഒന്ന് അടച്ചിട്ട് നാക്കുമ്പോഴാണ് പ്രാണൻ അതിലായിട്ട് അതിനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അത് അനുഷ്ഠാനങ്ങളുള്ളവരായിരിക്കണം. അപ്പോൾ 18 വയസ്സുള്ള ഒരാളെ എങ്ങനെ പ്രതിഷ്ഠിക്കുക? ഒരു 50-55 വയസ്സായിട്ടൊരാളും ഒരു 18 വയസ്സുകാരനും കൂടിയുള്ള വ്യത്യാസം എന്താ? ജീവിതത്തിൽ അനുഭവം വേണം എല്ലാറ്റിനും. ഒന്നില്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് ഉറങ്ങിയിട്ടുള്ള അനുഭവമെങ്കിലും വേണ്ടേ? ഒരു സുദിനത്തിൽ 18 വയസ്സായി വോട്ടവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്. പറഞ്ഞു പക്ഷേ അപ്പോൾ അതിന് കൂടുതൽ ഞാൻ പോയാൽ നിങ്ങൾക്ക് വിദ്വേഷം വരും. അത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് 19-ാമത്തെ അധ്യായം കഴിയാണ്. അപ്പോൾ സ്മരിക്കുക. വിദൂരത്തുള്ള ഒരാളെ സ്മരിച്ചിട്ടുണ്ടാവുന്ന അനുഭവമാണോ, ഉള്ളിലുള്ള ഒരാളെ സ്മരിക്കുന്നത് കൊണ്ടാണോ കൂടുതൽ പ്രയോഗം ഉണ്ടാവുക? അപ്പോൾ പറഞ്ഞു, ഹൃദയകമലത്തിൽ അവരവരുടെ ഹൃദയകമലത്തിൽ നിവസിക്കുന്ന ചൈതന്യത്തിനെ സ്മരണമാത്രത്താൽ സാക്ഷാത്കരിച്ച ഭഗവാനെ ശ്രീ ശുഗമുനി നമസ്കരിച്ചുകൊണ്ട് പ്രസ്തുത കഥ അവസാനിപ്പിക്കുന്നു. ഏത്? യയാതി ചരിതം അവസാനിപ്പിക്കുന്നു. സർവൈശ്വര്യപരിപൂർണനും ജഗൽ സൃഷ്ടിക്കു കാരണഭൂതനും അന്തര്യാമി രൂപേണ സകല ഭൂതങ്ങളിലും അധിവസിക്കുന്ന, അവിടെ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ല. അപ്പൊ നമ്മള് അധകൃതവർഗം പറഞ്ഞൊന്നുണ്ടോ? ഇല്ല. സംസ്കാരമുണ്ട്. അവരെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്താനല്ലേ ശ്രമിക്കേണ്ടത്. അധകൃതവർഗം പറഞ്ഞൊരു വർഗമില്ല. സംസ്കാരത്തിൽ നീക്കുപോക്കുണ്ടാവാം. അപ്പൊ സംസ്കാര ശൂന്യന്മാരായവരെ സംസ്കാര സമ്പന്നന്മാരാക്കി തീർക്കാനുള്ള മാർഗമാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പൊ അധിവസിക്കുന്നവനും എങ്ങും നിറഞ്ഞിരിക്കുന്ന മഹാവസ്തുവും പരമശാന്തി സ്വരൂപനും വാസുദേവനുമായ നിന്തുരുവടിക്കായി കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ടാണ് 19-ാം അധ്യായം കഴിഞ്ഞത്. അപ്പോൾ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ യയാദി മോക്ഷ നിരൂപണം നാമയേ ഗോനവിംശോധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം 20-ാം അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 20-ാം അധ്യായം. എന്താണ് ഹെഡിങ്? ഭരതവംശ നിരൂപണവും ഭരതചരിത്ര വർണ്ണനവും.
ഭാരതത്തിലെ ഭാരതൻ്റെ അതിൽ നിന്നാണ് ഭാരതം എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രീശുക ഉവാച ശ്ലോകം 1 പുരോർവംശം പ്രവക്ഷ്യാമി യത്ര ജാതോ അസി ഭാരത യത്ര രാജർഷയോ വംശ്യ ബ്രഹ്മവംശ്യാശ്ച ജജ്ഞിരേ. ഭരതകുലശ്രേഷ്ഠ. സുഖബ്രഹ്മവംശി ആരേനെ അഡ്രസ്സ് ചെയ്യണത്? പരീക്ഷിത്ത് മഹാരാജാവിനെ. അപ്പോൾ ഭരതകുലശ്രേഷ്ഠ, യാതൊന്നിൽ അങ്ങ് ജനിച്ചിരിക്കുന്നുവോ? ഏത്? ഈ പുരുവംശത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളതേ. അതാ പറഞ്ഞത്. യാതൊന്നിൽ അങ്ങ് ജനിച്ചിരിക്കുന്നുവോ? യാതൊന്നിൽ വംശാഭിവൃദ്ധി വരുത്തുന്ന ഋഷിതുല്യന്മാരായ രാജാക്കന്മാരും. സാധാരണ രാജാക്കന്മാരാണോ? അല്ല, ഋഷിതുല്യരായ. അപ്പോൾ ഋഷിതുല്യരായ ആൾക്കാരാണ് ആരെ? ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനൊക്കെ. പറയാൻ പഠിക്കരുത് കേട്ടോ. അതായത് ശങ്കരാചാര്യർ മാത്രമല്ല, നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെ ആരാണ്? ഋഷിതുല്യന്മാരാണ്. രമണ മഹർഷി ഒക്കെ നാരദരെ പോലെ കേമന്മാർ തന്നെയാണെന്ന് പറയാൻ സാധിക്കണം. അവിടെ തൊലിയുടെ നിറം നോക്കിയിട്ടോ ജോലിയുടെ നിറം നോക്കിയിട്ടോ അല്ല പറയേണ്ടത്. നാരായണ ഗുരുദേവൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ചട്ടമ്പി സ്വാമികളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ശങ്കരാചാര്യരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, രമണ മഹർഷിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. അപ്പോൾ പറഞ്ഞു, യാതൊന്നിൽ അങ്ങ് ജനിച്ചിരിക്കുന്നുവോ, യാതൊന്നിൽ വംശാഭിവൃദ്ധി വരുത്തുന്ന ഋഷിതുല്യരായ രാജാക്കന്മാരും വംശാഭിവൃദ്ധി വരുത്തുന്ന ബ്രാഹ്മണരും. വംശാഭിവൃദ്ധി എന്താ? ബ്രാഹ്മണർക്ക് വംശാഭിവൃദ്ധി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ വേദങ്ങളൊക്കെ ഇരുളടയും. വിപ്രൻ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ വിന്യസിക്കണമെന്ന അർത്ഥം പറയണം, പഠിച്ചിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ ബ്രാഹ്മണരും ജനിച്ചുവോ? പുരുവിൻ്റെ വംശത്തെ പ്രകർഷേണ പറയുന്ന, വിസ്തരിച്ച് പറയാൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, പിതാവിൻ്റെ അനുഗ്രഹം നിമിത്തം പരമോന്നതി പ്രാപിച്ച പുരുമഹാരാജാവ്, അതായത് യയാതിയുടെ എല്ലാ അനുഗ്രഹം കിട്ടി ആർക്ക്? അവസാനത്തെ മകന്. അപ്പോൾ മഹാരാജാവിൻ്റെ വംശത്തിൽ ജനിച്ച ദുഷ്യന്ത മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭരതൻ്റെയും കീർത്തിയെപ്പറ്റി 20-ാം അധ്യായത്തിൽ പറയുന്നു. ഹേ ഭാരത, യാതൊരു വംശത്തിൽ അങ്ങ് ജനിച്ചിരിക്കുന്നുവോ, യാതൊന്നിൽ വംശമഹിമയെ വർദ്ധിപ്പിക്കുന്ന രാജർഷികളും ബ്രഹ്മർഷികളും ജനിച്ചിരിക്കുന്നുവോ, ആ മഹാരാജാവിൻ്റെ വംശത്തെ വിസ്തരിച്ചു പറയാം. ശ്രദ്ധയാ കേൾക്കുക. അപ്പോൾ പ്രകർഷേണ എന്നുള്ളത് വിസ്തരിച്ച് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊന്നും പഠിച്ചിട്ടല്ല. പക്ഷെ ഈ ഇൻഡ്യൂസ് ചെയ്യുക, ഈ എൻഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻഡ്യൂഷനായിട്ട് മാറുന്നത്. ഈശ്വരൻ നമ്മുടെ തൊള്ളയിൽ ഇങ്ങനെ വെച്ച് തരും. അത് ശരിയാവുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം, അത് ഞാൻ അടക്കാതെ നിങ്ങളുടെ അടുത്ത് തൊന്നു പറയാം. ഏത്? ഞാൻ പഠിച്ചിട്ടുള്ളതല്ല. എൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചേതന എന്നെ വളർത്താൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യണു. അത് ഇൻഡ്യൂഷൻ. അപ്പോൾ ഇനി അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നെ അറിയണവർക്ക് അറിയാം. ദോംബിവിലിയിൽ ഞാൻ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ IIT-യിൽ ഇരിക്കുമ്പോൾ ആണ് ദോംബിവിലി പോയിട്ട് ക്ലാസ് എടുത്തിരുന്നത്, SNDP സെൻറ്ററിൽ. ആലോചിച്ച് നോക്കണം. 98-ന് ശേഷം 98 നവംബർ 11-നാണ് എൻ്റെ അളിയൻ മരിക്കുന്നത് ക്യാൻസറായിട്ട്. ആ ഡിസംബർ 25-ാം തീയതി 98 ഡിസംബർ 25-ാം തീയതിയാണ് പ്രഥമമായിട്ട് കഞ്ചൂർമാർഗ് അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ ഒരു പ്രഭാഷണം, അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ കാരണവർക്ക് അയച്ചു, എൻ്റെ ഗുരുനാഥന് അയച്ചു.
വിഡ്ഢിപ്പെട്ടി എന്ന് അദ്ദേഹം പറയാം ടി വിനെ. വിഡ്ഢിപ്പെട്ടിയിൽ തൻ്റെ പ്രഭാഷണ വീഡിയോ കാസറ്റ് ഇട്ട് കേട്ടു, എനിക്ക് സന്തോഷമുണ്ട്. അതൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 26 അതെ, ഇനി ഡിസംബറിന് പകുതി, 25 2 28 വർഷമായി, എത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താവട്ടെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കുക. രണ്ടാമത്തെ ശ്ലോകം, ജന്മേ ജയോ ഹ്യഭൂത് പുരോ പ്രാചീന്വാം സ്ഥൽസുതസ്തദാ പ്രവീരോ അദനമസ്യുർവേ തസ്മാചാരുപദോ അഭവത്. അതായത് പുരുവിൽ നിന്ന് ജനമേജയൻ ഭവിച്ചു, അവൻ്റെ പുത്രൻ അവനിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. പുരുവിൻ്റെ പുത്രൻ ജനമേജയൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ പ്രജിന്വാൻ, അവൻ്റെ പുത്രൻ പ്രവീരൻ, അവൻ്റെ പുത്രൻ നമസ്യു, അവൻ്റെ പുത്രൻ ചാരുപദൻ. വംശവർണ്ണനയാണ് കേട്ടോ. മൂന്നാമത്തെ ശ്ലോകം, തസ്യ സദ്യുരഭൂത് പുത്രസ്തസ്മാൽ ബഹുഗവസ്തദാ സംയാതിസ്തസ്യാഹം യാതി രൗദ്രാസൽസുതസ്മൃത. അവന് അല്ലെങ്കിൽ ആ തസ്മാത് അവനിൽ നിന്ന്, 2 വാക്കിൻ്റെ അർത്ഥമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ പ്രോനൗൺസ് ആണ്. എന്നായിക്കോളൂ. ചാരുപദ പുത്രൻ സുദ്യു, അവൻ്റെ പുത്രൻ ബഹുഗവൻ, അവൻ്റെ പുത്രൻ സംയാതി, അവൻ്റെ പുത്രൻ അഹംയാതി, അവൻ്റെ പുത്രൻ രൗദ്രാശൻ എന്ന് പറഞ്ഞു. 4ഉം 5ഉം ശ്ലോകങ്ങളൊപ്പം പോണു. ഹൃദയുതസ്തസ്യ കുക്ഷേയു സ്തണ്ഡിലേയു കൃതേയുഗ ജലേയു സന്തതേയുശ്ച ധർമ്മസത്യവ്രതേയവ. 5. ദശൈതേ അപരസരസ ദശൈതേ അപ്സരസ. എൻ്റെ തെറ്റ് പറ്റിയത് കേട്ടോ. ദശൈതേ അപ്സരസ പുത്രവാനേയുശ്ചാവമസ്മൃത ഘൃതാച്യാം ഇന്ദ്രിയാണീവ മുഖ്യസ്യ ജഗദാത്മന. അവന് ഘൃതാചിയിൽ ലോകത്തിൻ്റെ ആത്മാവായ പ്രാണൻ്റെ ഇന്ദ്രിയങ്ങളെന്ന പോലെ ഈ 10 പേർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ക്ലച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, ക്ലച്ച് പിടിക്കില്ല. ഇനി അതിന് ഭാവാർത്ഥം പറയുമ്പോൾ നോക്കിക്കോളൂ. രൗദ്രാശന് ഘൃതാജി എന്ന പേരായ അപ്സര സ്ത്രീയിൽ, ഈ ഘൃതാജി എന്ന അപ്സര സ്ത്രീ വലിയൊരു കഥാപാത്രമാണ്. മനസ്സിലായില്ലേ? ഈ വ്യാസര് അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പേരുള്ള ഈ അപ്സര സ്ത്രീ, അല്ല ഈ ആണോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എൻ്റെ അറിവിന് പരിമിതികളുണ്ട്. ഒരു തത്തയുടെ വേഷം എടുത്ത് ഈ വ്യാസരുടെ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ഋഷിയുടെ ആശ്രമപ്രാന്തത്തിൽ ഒരു ചെടിയുടെ കൊമ്പിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ സൗന്ദര്യം എന്താ തത്തയായിട്ട് വരാൻ കാരണം ചോദിച്ചാൽ, മഹർഷിയുടെ മുമ്പിലേക്ക് സ്ത്രീ രൂപത്തിൽ വരാൻ ഭയം, ശപിച്ചാലോ വിചാരിച്ചിട്ട്. പക്ഷേ ഈ തത്തയുടെ രൂപത്തിൽ വന്ന ഘൃതാചിയനെ ഇദ്ദേഹത്തിന് ഇഷ്ടമായി, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇദ്ദേഹത്തിന് സ്കലിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ദ്രിയം അത് വീണത് ഈ അഗ്നിഹോത്രത്തിനുള്ള തീയിലാണ്. അപ്പോൾ 16 വയസ്സായിട്ട് ഒരു തങ്കക്കുടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതാട്ടോ, ഒരു 16 വയസ്സുകാരനായിട്ടൊരു ഉണ്ണി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബാലാവസ്ഥയിൽ കുട്ടികളുടെ അപ്പിമൂത്രമൊന്നും എടുത്തിട്ടുള്ള ശീലമില്ല, കാരണം ഭാര്യ ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു കഥ പറയുകയാണെങ്കിലും അതിനൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് പോയിൻറ്റ്സ് വേണം. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് രൗദ്രാശന് ഘൃതാജി എന്ന പേരായ അപ്സര സ്ത്രീയിൽ ഹൃദയു കുക്ഷേയു സ്തണ്ഡിലേയു കൃതേയു ജലേയു സന്തതേയു ധർമ്മേയു സത്യേയു
വ്രതേയു വനേയു എന്ന 10 പുത്രന്മാർ ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന പ്രാണന്റെ വംശവർത്തികളായ ഇന്ദ്രിയങ്ങളെന്ന പോലെ ജനിച്ചു. ആ പേരുകളുടെ ഒക്കെ ഒരു പ്രാസം ആലോചിച്ച് നോക്കൂ. ഞാനിതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവും. ഇത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പഠിച്ചു, വായിച്ചു, പലതും ഞാൻ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, സപ്താഹത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഡിസ്ക്രീറ്റ് പഠനം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. വളരെ അപ്പോഴാണല്ലോ എൻ്റെ ഭാവന വരുന്നുള്ളൂ. ഇതിലുള്ളതിനേക്കാൾ ഭാവനകളുള്ളത് അപ്പോഴാണല്ലോ വാചാലനാവണത്. ഒരു ശ്ലോകം 13 മിനിറ്റിലേക്ക് പോണത്. അപ്പോൾ അതിന് കാരണക്കാരായത് എൻ്റെ എന്താ പറയുക, ജാതകം എഴുതിയ പണിക്കരുടെ 3ാമത്തെ മകൻ ബാബു, അവരുടെ ഭാര്യ, മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അവരെ നമസ്കരിക്കുന്നുണ്ട്. കാരണം സത്പ്രവർത്തി ചെയ്യാൻ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ ഓരോരുത്തരെയും നിയോഗിക്കും. അവരേനൊക്കെ നമുക്ക് നമസ്കരിക്കാണ്ടിരിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു, അടുത്ത ശ്ലോകം, 6ാമത്തെ ശ്ലോകം, ഹൃദയോരന്തിഭാരോ അഭൂത്രയസ്തസ്യാത്മജാ നൃപ സുമതിധ്രുവോ അപ്രതിരഥ കണ്ണോ അപ്രതിരഥാത്മജ. കണ്ണു മഹർഷിയുടെ കഥ പറയുമ്പോഴല്ലേ ദുഷ്യന്തൻ വരുള്ളൂ, ശകുന്തള വരുള്ളൂ. അപ്പോൾ പറഞ്ഞു, പിന്നെ ഹൃദയുവിൽ നിന്ന് അഭൂത് ആരുണ്ടായത്? അവൻ്റെ പുത്രന്മാർ 3 പേർ എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെയാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. ഹൃദയുവിൻ്റെ പുത്രൻ രന്തിഭാരൻ, അവന് സുമതി ധ്രുവൻ അപതിരഥൻ എന്ന് അപ്രതിരഥൻ, അപരിതനല്ല അവിടെ ഒരു അപ്രാന്നുള്ളതിൻ്റെ ഇത് പൊഴിഞ്ഞു, അപ്രതിരഥൻ എന്നു പേരായ 3 പുത്രന്മാർ. അപ്രതിരഥ പുത്രൻ ആണ് കണ്ണു മഹർഷി. കണ്ണനാണ് പിന്നെ മഹർഷി ആവുകയുള്ളൂ ചെയ്യുന്നത്, കണ്ണൻ. അപ്പോൾ 7ാമത്തെ ശ്ലോകം, തസ്യമേധാ അതിഥിസ്തസ്മാത് പ്രസ്കണ്വാദ്യാദിജാതയാ പുത്രോ അഭൂൽ സുമതേ രൈഭ്യോ ദുഷ്യന്തസ്തൽസുതോ സ്മൃത. എങ്ങനെയാണ് ഈ ഭരതൻ ഉണ്ടായതെന്നാണ്, ഭരതകുമാരൻ എങ്ങനെ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഭാവാർത്ഥമില്ല, അല്ല ഭാവാർത്ഥമേ ഉള്ളൂ, പിന്നെ വാക്കാർത്ഥമില്ല. കണ്ണുപുത്രൻ മേധാതിഥി, അവനിൽ നിന്ന് പ്രസ്കണ്വൻ മുതലായ ബ്രാഹ്മണരുണ്ടായി. സുമതിയുടെ പുത്രൻ രൈഭ്യൻ, അവൻ്റെ പുത്രൻ പ്രഖ്യാതനായ ദുഷ്യന്തൻ എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഇനി ഭരത ഉണ്ടാവും, അതായത് ദുഷ്യന്തൻ ഒരു ഭാഗത്ത് രാജാവായിട്ട്. അപ്പോൾ ഈ ഇന്ദ്രൻ്റെ സ്വർഗത്തിലെ രംഭ, തിലോത്തമ, ഇങ്ങനെ 2 നർത്തകന്മാരുണ്ടായിരുന്നത്. ഉർവശിനെ നേടിയതാണ് ഇവർ, അല്ലേ? വിശ്വാമിത്രൻ്റെ അല്ല നരനാരായണന്മാരുടെ തപസ്സളക്കാൻ വേണ്ടി രംഭാതിലോത്തമന്മാരെ അയച്ചു എന്നും. അപ്പോൾ നാരായണൻ നരനോട് ചോദിച്ചു, ഇവർക്കൊരു സമ്മാനം കൊടുത്തയക്കേണ്ടത് പറഞ്ഞ് തൊടയിൽ അടിച്ചു എന്നും. അപ്പോൾ ഉണ്ടായതാണ് ഉർവശി, ഊരുവിൽ നിന്നുണ്ടായത് എന്നൊക്കെ പറയും കഥകൾ. അപ്പം ഇവിടെ ആ വിശ്വാമിത്ര മഹർഷിക്ക് രംഭയിലുണ്ടായിട്ടുള്ള കുട്ടിയാണ് ആര്? ശകുന്തള. അപ്പോൾ ആ ശകുന്തളേനെ കണ്വ മഹർഷിയുടെ പിന്നെ എന്താണെന്ന് പറയുക, പർണശാല സമീപത്ത് ഉപേക്ഷിച്ച് രംഭ പോവുക ചെയ്തത്. അങ്ങനെ കണ്വ മഹർഷി ഈ കുട്ടീനെ വലുതാക്കിയപ്പോഴാണ് ഈ പിന്നെ എന്താ പറയുക, ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിന് പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പർണശാലയിലേക്ക് വരുമ്പോഴാണ് ശകുന്തളയെ കാണുന്നത്. ശകുന്തളയിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. പക്ഷേ അത് മാത്രമല്ല, പുത്രദാനവും നടന്നു അവിടെ. അതാണ്. അപ്പം ഇനി കണ്വ മഹർഷിയുടെ എനിക്കൊരു ബഹുമാനമുള്ളത് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ 74 മരിച്ചു. അപ്പോൾ ബ്രാഹ്മണർക്ക് ഗോത്രം പറയണം, മനസ്സിലായോ? അപ്പോൾ എൻ്റെ അമ്മ നായരാവ കാരണം നായർ ഗോത്രമില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛൻ്റെ ഗോത്രം ആണ് പറയുക. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണ് വിചാരിക്കുക, ഗോത്രം അറിയില്ല, ഒരു പൂജ ചെയ്യും വേണം. അങ്ങനത്തെ ഇവർക്ക് കണ്ണ് ഗോത്രം, കാരണം കണ്ണു മഹർഷി ഈ പിന്നെ ശകുന്തളേനെ വളർത്തിയത് അങ്ങനെയാണ്, പ്രൊഫഷയില്ലേ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് എന്നെ പോലെ ശങ്കരവർഗത്തിലുണ്ടായിരുന്നവർക്ക് ഗോത്രം വേണ്ടി വന്നാൽ ഇത് എപ്പോഴാണ് ആവശ്യം വന്നത്? എൻ്റെ മകൻ അയാളുടെ ലവ് മാരേജാണ്. അപ്പോൾ കല്യാണം നടക്കുന്നത് പിന്നെ എവിടെയാണ്? തിരുപ്പതിയിൽ. അവർ ബ്രാഹ്മണരാണ്, റാവു ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഗോത്രം. അപ്പോൾ അയാൾക്കറിയില്ലല്ലോ എൻ്റെ മകൻ ലവ് മാരേജാണെന്നറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു കണ്ണു ഗോത്രം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഈ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സോഷ്യൽ സ്റ്റഡി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതിലൊക്കെ നമ്മൾക്ക് നന്മയും ഉണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.